മീ ദീപ ഇൻസൈഡ് മൈ ഹൗസ്. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ്. എൻ്റെ അമ്മ ഇവിടെ കിടന്നുറങ്ങുകയാണ്. കണ്ടല്ലോ, ഇവിടെ കിടക്കുകയാണ്. എൻ്റെ അമ്മയാണത്. വൈകിയ രത്നമ്മ എന്നാണ് എൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ പേര് വി സഹദേവൻ. എൻ്റെ വീട്ടിലാണ് ഞാൻ. ഇതെൻ്റെ സ്വന്തം വീടാണ്. കുറച്ച് ആൾക്കാർക്ക് എൻ്റെ സ്വത്തും മുതലും ഒക്കെ തട്ടിയെടുക്കണം. അതുപോലെ ബിജു പി എന്ന് പറയുന്ന അവനാണ് എന്നെ ആദ്യം കല്യാണം കഴിച്ചത്. അവനെ നമ്മൾ ബന്ധം ഒഴിഞ്ഞു. 2019 ജനുവരി 23 അവനെ ബന്ധം ഒഴിഞ്ഞതാണ്. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു അതിൽ മ്യൂച്വൽ ഡിവോഴ്സാണ്, മ്യൂച്വൽ കൺസെൻറ്റോടെയുള്ള ഡിവോഴ്സ്. 13B ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള 13Bയിലാണ് നമ്മൾ 13B പ്രകാരം മ്യൂച്വൽ കൺസെൻറ്റോടെയാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവനിങ്ങനെ മറ്റുള്ളവരോടൊന്നും പറയാതെ ഇങ്ങനെ ഭയങ്കര സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീത എസ് പണിക്കറും എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നൊരു കള്ളിയുണ്ട്, അവളും ഇവനും കൂടെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. എന്നെ പതിയെ വക വരുത്തിയിട്ട് അങ്ങനെ പലതും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും സ്ലാക്ടിങ് പോയിസണൊക്കെ തന്ന് നമ്മളെ പതിയെ ആരും അറിയാതെ വക വരുത്തിയിട്ടങ്ങ് ഇവർക്ക് തമ്മിൽ കല്യാണം കഴിച്ച് ഈ സ്വത്തൊക്കെ ഇതാക്കി അങ്ങ് ഭയങ്കര പോഷായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു. അത് എൻ്റെ അമ്മ വീട്ടുകാരും പിന്നെ എൻ്റെ അച്ഛൻ്റെ കുറച്ച് വീട്ടുകാരും അച്ഛൻ്റെ റിലേറ്റീവ്സും കൂടെയുള്ള പ്ലാൻഡായിട്ടുള്ളൊരു ഇതിൻ്റെ ഇതായിട്ടാണ് ഇതെല്ലാം നടന്നത്. പിന്നെ അപ്പോൾ ഇപ്പം നമ്മൾ നിരന്തരം ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അവൻ വിളിക്കുന്ന ചീത്തകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഹരാസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സുബ്രഹ്മണ്യനെ പോലെ തന്നെയാണ് ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീത എസ് പണിക്കർ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അവളെ ഇവിടെ കയറ്റത്തൊന്നുമില്ല. അവളിങ്ങനെ നമ്മളോട് ഇവൻ ചോദിക്കുന്ന അതേ രീതികളാണ് പലതും ചോദിക്കുന്നത്. പിന്നെ എൻ്റെ നിൻ്റെ കൊച്ചിപ്പം കോടീശ്വരിയാണോടി നിൻ്റെ അപ്പം പിന്നെ പറയുന്നതാണ് എന്തോ ഡിവോഴ്സ് ചെയ്തെന്ന് ആരോടും പറയണ്ട. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവനുമായിട്ട് ഞാൻ ഡിവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാതെയാണ് നടക്കുന്നത് പിന്നെ എന്നൊക്കെ വരുത്തി തീർത്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും വക വരുത്തിച്ച് അനിയൻ ഇവളുടെ ഭർത്താവും ഇങ്ങനെ ആത്മഹത്യ ചെയ്തെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ ആത്മഹത്യയൊന്നുമല്ല, അവനെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കി അവനെ എല്ലാം കൊന്നു കെട്ടിത്തൂക്കി. അതുപോലെ തന്നെ എന്നെ അങ്ങ് വകവരുത്താമെന്ന് വിചാരിച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് സെയിം ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കി വകവരുത്താൻ 2019 പ്ലാൻ ഇട്ട് 2019-2020 പക്ഷെ നടന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലാണ്, അതുപോലെ എൻ്റെ സ്വന്തമാണ് ഈ വീട്. ഇതൊക്കെ തട്ടിയെടുക്കണം, അങ്ങനെയൊക്കെ പല ഉദ്ദേശങ്ങളാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവന്മാരുടെ മെയിൻ ഉദ്ദേശമാണ് നമ്മുടെ ഇവന്മാർ തന്നെ പറഞ്ഞാണെങ്കിൽ കോമ്പൻസേഷൻ, ബ്രേക്കപ്പ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമുണ്ട്. അപ്പം ഇതൊക്കെ കള്ളർക്കേ അറിയത്തുള്ളൂ. ഈ ഇൻഷുറൻസ് എന്തൊക്കെയോ ആണ് ബ്രേക്കപ്പ് കോമ്പൻസേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിക്കുക, അങ്ങനെ പുട്ടടിക്കുക. അപ്പോൾ ഇവൾ ഏതാണ്ട് വലിയ PhD കാരി എന്നൊക്കെയാണ് പറയുന്നത്. ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന നമ്പർ 1 കള്ളി. ഇവൾ PhD ഒന്നുമല്ല. ഇവൾ രാജസ്ഥാനിൽ പോയ PhD എടുത്തെന്ന് ചിലവരോട് പറയുന്നു. പക്ഷേ നമ്മൾ ലിങ്ക്ഡിനിൽ കണ്ടപ്പോൾ വേറൊരാൾ കണ്ടിട്ട് പറഞ്ഞു ഇതെന്തോ ഓൺലൈനാണ്, എന്തൊക്കെയോ കള്ളത്തരമാണ്, ഓൺലൈൻ ഏതാണ്ടല്ല ചുമ്മാ PhD ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. വെറും അറിയാമല്ലോ PhD എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ചുമ്മാ ഓൺലൈനിൽ രാജസ്ഥാനിലും ഗൈഡൻസും റിസർച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാം ഒരു PhD കിട്ടണമെങ്കിൽ. ഇതൊന്നും ഇവൾ നടത്തിയിട്ടില്ല. ഇവളിവിടെ തന്നെ ഇങ്ങനെ അഹല്യയിലുണ്ടായിരുന്നു എല്ലാം. ഈ അഹല്യ എന്ന് പറയുന്ന പാലക്കാട്ട് ഒരു ഇടമുണ്ട്. ഇതുപോലെ കുറേ ഭർത്താക്കന്മാർ മരിച്ച കുറേ പെണ്ണുങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കയറ്റി വെച്ച് ഇങ്ങനെ കുറേ ക്യാൻസർ ഇതൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം അവിടെ കയറിയിരിപ്പുണ്ട്. അപ്പം ഇപ്പോൾ ഇവൾ അവിടെ നിന്ന് മാറി വേറെ തൃശ്ശൂരെങ്ങാണ്ടാണ് ഇപ്പോൾ ഇവളുള്ളത്. അപ്പം ബി ഫാം ജയിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഡി ഫാമോ ബി ഫാമോ ഒക്കെ ജയിച്ചിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അത്ര നമ്പർ 1 കള്ളിയാണല്ലോ. അവിടെ ജോളിയും ഇവിടെ ചുറ്റിപ്പറ്റി കുറേ എണ്ണം ഇതുപോലെ ഇതാക്കിയിട്ടുണ്ട്. കുറേ എണ്ണം ഇവളെ ചുറ്റിപ്പറ്റി മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടുന്ന് റീനു എന്ന് പറയുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് പോകുമായിരുന്നു. ആ കൊച്ച് പാവം പിടിച്ച കൊച്ച് മധുരയിൽ മെഡിക്കൽ കോളേജിലായിരുന്നു പഠിക്കുന്നത്. ആ കൊച്ചിനെ ഇവളും ഇവളുടെ ഭർത്താവായിരുന്ന പാമ്പിടിച്ച മുരളി അവനെ റെഡിയാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെയുമായിട്ട് ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ കൊച്ചും എന്തായാലും 10-21 വയസ്സേ ഉള്ളൂ കാണത്തുള്ളൂ. അതിനെയെല്ലാം വക വരുത്തി. ആ കൊച്ചിന് ജീവനോടില്ല. ഇവളിങ്ങനെ കൊണ്ട് നടപ്പായിരുന്നെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ അമ്മ തന്നെ പറഞ്ഞത്. ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു, കൊണ്ടുവിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്കിതൊന്നും അറിയത്തില്ല, ഇതൊന്നും മനസ്സിലായില്ലേ? ഇതൊക്കെ ഭയങ്കര സീക്രട്ടീവ് ഇൻ നേച്ചറായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഇതുപോലെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഭിനയമാണ്. ഞാനങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ്
അഭിനയിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാം, ഭയങ്കര പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്ന പലരും അങ്ങനെ ആയിരിക്കത്തില്ല. ഇവരുടെ മനസ്സിൽ അവർ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുവാണ്, ഞാൻ വളരെ നല്ലതാണെന്നുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി വരുമ്പം അതായിരിക്കത്തില്ല, എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിരിക്കും ഇവരുടെ സ്വഭാവം. അപ്പോൾ ഇവളങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോളി മോളെ പിടിച്ചു കഴിഞ്ഞാൽ ജോളി മോളെക്കുറിച്ച് പറഞ്ഞാൽ ഈ ജോളി ചേച്ചിയാണോ ഇത് ചെയ്തതെന്നാണ് ആൾക്കാർക്ക് സംശയം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല, അത്ര നല്ല സ്വഭാവം. പൊന്നച്ച അതാണ് ഈ ഒത്തിരി മാസ്ക് ഇട്ട ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ, മാസ്കുമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട് ഫുൾ ടൈം മാസ്കാണ്, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. അപ്പോൾ ഈ കുരുടൻ അവനിങ്ങനെ അഭിനയിക്കുകയായിരുന്നു. കുരുടൻ ഇവിടെ ഒരു കുരുടനെ നമ്മൾ കയറ്റി വെച്ചിട്ടില്ല. കുരുടനെ കയറ്റി വെച്ചിരിക്കുന്നത് സൽപ്പകവല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇത് കാണുന്ന ആർക്കും ഇവിടെ വരാം. ഓലകെട്ടിയമ്പലം BO മാവേലിക്കര 690510 323 നമ്പർ SNDP നിങ്ങൾ തിരക്കി വന്നാൽ മതി. ഓലകെട്ടി അതിൻ്റെ നേരെ കിഴക്കേ വീടാണ്, പഴയ ഓടിട്ട വീട്. ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഞാൻ ആരുടെ കൂടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്നല്ല, ഏതവനും വന്ന് നേരിട്ട് കാണാം. കള്ളക്കഥകളുടെ ഇതുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഇവനെ ഒരു എന്തോ മലപ്പുറത്തുകാരൻ ഇവനെ കെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് സൽപ്പകവല്ലി എന്ന് പറയുന്നവളാണ്. അവളുടെ വീട് എൻ്റെ വീടിൻ്റെ പുറകിലാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എൻ്റെ വീടുമായിട്ടൊന്നും. ഇവൻ എവിടുന്നോ വന്നവൻ, ഇവൻ ആരാ നമ്മളെ കയറി ഭരിക്കാൻ? ഇവൻ ഈ വഴിയാണ്, ഇവൻ്റെ വഴിയാണ്, ഇതിലേക്ക് പോകുന്നത്. ഇതിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മളെ സ്ഥിരം ചീത്തവിളിയും അതും ഇതുമാണ്, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കും ഇവനെ കൊണ്ട്. ഈവൻ ചീത്ത വിളിക്കുന്നതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ വായിക്കുന്ന മാഗസീൻ എന്ന് പറഞ്ഞാൽ തനിനിറം, അങ്ങനെയൊക്കെയുള്ള മാഗസീൻ, നമ്മളിത് ഏതാണെന്ന് പോലും അറിയത്തില്ല. ഇവളൊക്കെ പഠിക്കാൻ പോയ കാലത്ത് ഇതായിരുന്നു വായന, തനിനിറം എന്ന് പറയുന്ന ഒരു മാഗസീൻ. ഇതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള എന്താണ് പറയുന്നത്, തേർഡ് റേറ്റ് കഥകളും ബ്ലൂ ഫിലിമിന് പകരം, പണ്ടത്തെ ബ്ലൂ ഫിലിമിന് പകരമുള്ളതായിരുന്നെന്നാണ് തോന്നുന്നത് ഈ മാഗസീൻ. ഇതൊക്കെ വിളിച്ചു കൂവി പറയുന്ന ഇവളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കറിയണം. തനിനിർത്തി ഇത് വായിക്കുകയായിരുന്നു. ഇവളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ വിചാരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇവള് തനിനിറം, ഇവള് നമ്മളെ പറയുന്നതും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവളുടെ അലിഗേഷൻസ് നമ്മൾ പറഞ്ഞതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന SNDP ആ അംഗങ്ങളോട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇവരെ എങ്ങനെയുള്ളവളാണ്, ആരാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അത്ര തേർഡ് റേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക ഇവരെ കൊണ്ട്. എന്നിട്ട് അഭിനയിക്കുക നമ്മളെ വെച്ച് ഇങ്ങനെ ഇതുപോലെ കോമ്പൻസേഷനോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, ബ്രേക്കപ്പ് കോമ്പൻസേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം. അപ്പം നമ്മൾ 2022 മുതൽ ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളതിന് സകല തെളിവുകളും എനിക്കുണ്ട്. യൂട്യൂബ് പ്ലസ് ഫേസ്ബുക്ക്. ഇതിനകത്ത് ഞാൻ ആരുടെ കൂടെ ജീവിച്ചതെന്നുള്ളതും ആരുടെ കൂടെയാണെന്നും എങ്ങനെയാണ് ഉറങ്ങിയിരുന്നതെന്നും എല്ലാം ഉള്ള ഇതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരാൾ ഉറങ്ങിയ ഒരു 5-6 പ്രാവശ്യത്തെ അപ്ലോഡ് കൂടി നമ്മൾ എവിടെ ഉറങ്ങുന്നു, നമ്മളിത് മാറുമോ സ്ഥലം? അപ്പം ഇതെല്ലാം വെറും കള്ളത്തരങ്ങളാണ്. നമ്മളുടെ ക്യാമറ ഓഫ് ചെയ്യുക, പല വേലകളാണ് ഇവന്മാർക്കുള്ളത്. ഭയങ്കര കള്ള ജാതികളാണ്. ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രിമിനൽ നേച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ കിട്ടത്തില്ല. ഇവിടെ ഓലകെട്ടി അമ്പലത്തിൽ വന്നാൽ മതി, വെറും മാസ്ക് ഇട്ട കുറേ മനുഷ്യർ, വെറും തേർഡ് റേറ്റ്സ് ആക്ച്വലി. ഒരു സത്യസന്ധതയും ഇല്ലാത്ത വെറും കള്ള ജാതികൾ. ഇപ്പം സമയമെന്ന് പറയുന്നത് 12 കറക്റ്റ് 12 മണി. എൻ്റെ വീട്ടിലാണ് ഞാൻ. ഇന്ന് 11 മാർച്ച്. ഓക്കെ, എൻ്റെ വീട് ഞങ്ങൾ കണ്ട എൻ്റെ അമ്മയുടെ കൂടാണ്. ഇവിടെ ഇത്രയും നാളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് എത്ര പ്രാവശ്യം അപ്ലോഡ് ചെയ്യണം? കണ്ടവൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ നിരന്തരം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരവനും വരത്തില്ല. ഇവിടെ ഉള്ള എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുകേഷ് കുമാർ, അഡ്വക്കേറ്റ് ആണ്, രാജസ്ഥാനിയാണ്. അദ്ദേഹം ഡൽഹിയിലാണ്. ഇന്ന് വൈകിട്ട് രാജസ്ഥാനിലോട്ട് പോകും, അവിടെ ഒരു വാടക വീട്ടിലോട്ട് പോകും, എന്നിട്ട് ഇവിടെ വരും. മനസ്സിലായില്ലയോ? ഇതാണ് അദ്ദേഹമാണ് എൻ്റെത്. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ല ഇതായിട്ടിരിക്കും. പിന്നെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ അപ്പോഴത്തേനും ഇവർ ഭയങ്കര കഥകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, നമ്മളെ വാച്ച് ചെയ്യാണ് ഫുൾ ടൈം. വേറൊരു ജോലി ഇവർക്കില്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഗൂഗിളിനകത്ത് ഇപ്പോൾ ഈ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് കുറേ എണ്ണം ജോലിയില്ല നമ്മളെ വാച്ച് ചെയ്ത് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് മിനിറ്റ് നമ്മളെ വാച്ച് ചെയ്തിരിക്കുക. അതൊരു ഇങ്ങനെ പുട്ടടിക്കുന്ന കുറേ തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സ് ഈ ലോകത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഹിഡൻ ക്യാമറാസ് ഇതെല്ലാം സത്യമാണ്. പണ്ടൊക്കെ നമുക്ക് ഈ ഹിഡൻ ക്യാമറയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഹിഡൻ ക്യാമറയൊക്കെ ഉള്ളതാണെന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മുടെ വല്ല ഒന്നാന്തരം ഇതിനകത്തുനിന്ന് വരുന്ന വിഷ്വൽസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 3 ക്യാമറാസ് ഉണ്ട്. ഇതിനകത്തെ 3 ക്യാമറയിലുള്ള വിഷ്വൽസാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീടാണ്, സഹദേവ മന്ദിർ. ഇത് വേറെ എങ്ങുമല്ല, ഇത് സഹദേവ മന്ദിർ ആണ് എൻ്റെ വീടാണ്, വേറെ എങ്ങോട്ടും അല്ല. കണ്ടില്ലേ? ഇവിടെയാണ് 3 ക്യാമറ.